നമസ്കാരം. ഇടുക്കി മൂലമറ്റത്ത് വയോധിക ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു. മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ കുമാരൻ, ഭാര്യ തങ്കമ്മ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരോടൊപ്പം താമസിച്ചിരുന്ന മകനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം ഇയാൾ ഒളിവിൽ പോയെന്നാണ് സൂചനകൾ. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ ഇവരെ അന്വേഷിച്ച് ചേർന്ന ബന്ധുക്കളാണ് കുമാരനെയും തങ്കമ്മയും വെട്ടേറ്റ നിലയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടേറ്റ കുമാരൻ മരിച്ച നിലയിലായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന തങ്കമ്മയെ കട്ടിലിനടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് മൂലമറ്റം പോലീസിനെ വിവരം അറിയിച്ചു. തങ്കമ്മയെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. മുറിവ് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മകൻ ഇരുവരെയും വെട്ടിയ ശേഷം ഒളിവിൽ പോയിരിക്കാം എന്നാണ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ 11 മണിയോടെയാണ് ദമ്പതികൾ വെട്ടേറ്റ വിവരം പുറംലോകം അറിയുന്നത്. ഇരുവരും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നവരാണ്. ബുധനാഴ്ച ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ച് വീട്ടിലെത്തിയ ബന്ധുവാണ് ഇരുവരും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചു. അദ്ദേഹം അറിയിച്ചതനുസരിച്ചാണ് പോലീസ് സ്ഥലത്തെത്തിയത്. ചൊവ്വാഴ്ച രാത്രി റോഡിൽ വീണ് പരിക്കേറ്റ ഇവരുടെ മകൻ അജേഷിനെ അയൽവാസികൾ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തിരികെ വീട്ടിലെത്തിച്ചിരുന്നു. പിന്നീട് അജേഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അജേഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിഭാഗവും വ്യാഴാഴ്ച വീട്ടിലെത്തി പരിശോധന നടത്തും.